வீட்டினிலே பாடம் சொல்ல மறந்து விட்டேன். ഹായ് ശിവകാമി. ഹലോ ഹലോ ഹലോ. അയ്യോ പല്ല്. ഒരു ഫെയറി ടൈലിലെ ഒരു കൊച്ചു രാജകുമാരി പോലെ ഉണ്ട്. ശിവകാമി കുട്ടി എന്തോ ചേട്ടനെ കൊറേയല്ലേ കണ്ടിട്ട്? അതെ, എന്നിട്ടൊരു മൈൻഡും ഇല്ല. ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇത്രയും നാൾ ഞാനൊന്ന് കറങ്ങാൻ പോയിക്കായിരുന്നു. അല്ല, ശിവകാമിക്കുട്ടി ചോദിക്കണ അതേ രീതി തന്നെ മറുപടി പറഞ്ഞതാ. തിരുവനന്തപുരത്തെ ശിവകാമി കുഞ്ഞിന് ഒരു ശ്രീദേവി അമ്മുമ്മയുണ്ട്. ആ അമ്മുമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്മുമ്മ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? നമ്മുടെ ശിവകാമി കുഞ്ഞിന് ഇനി അലർജി വരരുത്, ബുദ്ധിമുട്ട് വരരുത്. എപ്പോഴും അതിന് അർച്ചനയൊക്കെ ചെയ്യും. എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ശ്രീദേവി ചേച്ചി അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ശ്രീദേവി ചേച്ചിക്ക് വലിയൊരു നമസ്കാരം. അതെ, അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും ഇങ്ങനെ കെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് അപ്പോഴും ഭയങ്കര സന്തോഷമാണ് അല്ലേ? മ്യൂസിക് ഡയറക്ടർ SP അരവിന്ദൻ, അദ്ദേഹം ശിവകാമിക്കുട്ടി റെക്കോർഡിങ്ങിന് പാടാൻ വേണ്ടി ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. ചങ്സ് ചോയ്സ് ആണ്. ഇനിയിപ്പോ ചൂസ് ചെയ്യണ്ടേ പാട്ട്? നോക്കാം നമുക്ക്. എന്തുകൊണ്ട്? എനിക്ക് എംജെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇപ്പഴല്ലേ കഥ അറിയണത്. വെറുതെ തിരിച്ചു വന്നിട്ട് മൈൻഡ് ഇല്ലാത്തത്. ഇഷ്ടമാണ്. എല്ലാം മനസ്സിലായിട്ടാ. ഓക്കെ, നമുക്ക് കാണാം. നമ്മുടെ ശിവകാമി കുഞ്ഞ് എപ്പോഴും ഇങ്ങനെ പാവായിട്ടല്ല നിൽക്കണേ. പാവമാവാതിരിക്കുക ഒരു പരിപാടിയാണ്. അപ്പൊ കരാട്ടെ കിഡായിട്ട് വന്നാൽ കുറച്ച് കരാട്ടെ കാണും. കരാട്ടെ പഠിക്കണ്ടോ? ഇല്ല, അനിയനായിട്ട് എപ്പോഴും കരാട്ടെ ആണെന്ന് എനിക്കറിയാം. കാണിച്ചാൽ മതി. Okay, come on. let's go. ശിവകാമി കുട്ടി, yes. Hey. Hey. കൊള്ളാം. അതെ, ഒരു പഞ്ച് കൂടെ. അയ്യോ, കിടിലം പഞ്ചൊക്കെ ആയിരുന്നല്ലോ. ആ കാലുകൊണ്ട് കിക്ക് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ കുഞ്ഞതൊക്കെ. അതാണ് ഇവിടെ വെറുതെ കുറച്ച് ഇൻഹിബിഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അത് മാറ്റി കഴിഞ്ഞാൽ വേറെ ആളാണ്. ഇങ്ങനെയാണോ? ചെറുതായിട്ട് ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ. ചേച്ചി നുള്ളു ചെറുതായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് പാട്ടെന്ന്. ഇനി ആരെയാണ് ചൂസ് ചെയ്യുന്നത്? ഉണ്ണിയൻ. എന്തുകൊണ്ട്? അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര സാധനങ്ങളാന്നല്ലേ? മധുരഗാനം. അപ്പൊ ഏതാ മധുരഗാനം? ഹർഷബാഷ്പം തൂകി. What a song, what a selection. അപ്പൊ എല്ലാവരും ശിവകാമി കുട്ടിക്ക് വോട്ട് ചെയ്യണം. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യുക. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു. ഇന്ദുമുഖി
സൂപ്പർ. മക്കളെ, ശിവകാമി കുഞ്ഞിന്റെ ഓരോ പാട്ടുകളും ഓരോ അനുഭവങ്ങളായിട്ട് ഇങ്ങനെ കണ്ണ് നിറയ്ക്കുന്നതാണ്. എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ഈ പാട്ടിനെ സംബന്ധിച്ച്. എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഈ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ, നമ്മുടെ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഒരു ഡൈ ഹാർട്ട് ഫാൻ. അതെ, എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 7-8 വയസ്സുള്ളപ്പോൾ അച്ഛൻ ആലപ്പുഴയിൽ ഒരു കച്ചേരി കേൾക്കാനായിട്ട് അച്ഛനോടും അമ്മയോടും പറയാതെ ബസ് കയറി കായംകുളത്ത് പോയി കച്ചേരി, അരീക്കുടയുടെ കച്ചേരി കേൾക്കാൻ പോയതിന്റെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പൊ അത്രയും ആ കൊച്ചിലെ തന്നെ അത്ര ഇഷ്ടമാണ്. അപ്പൊ അച്ഛൻ ഈ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രാഗങ്ങളാണ് ഇഷ്ടം. ആനന്ദ ഭൈരവി, നീലാംബരി, ദ്വിജാവന്തി, ഷഹാന, ഇതൊക്കെയാണ് ഇഷ്ടം. അപ്പൊ അച്ഛൻ, ഞാൻ വളരെ കൊച്ചായിരിക്കുമ്പോൾ, എനിക്ക് 3-4 വയസ്സായിരിക്കുമ്പോൾ നമ്മുടെ വീട്ടില്, കൊച്ചിയിലാണ് അന്ന് താമസിക്കുക, അപ്പൊ നമ്മുടെ വീട്ടില് ഈ LP റെക്കോർഡുണ്ട്. അപ്പോ ഈ ഇന്ദുമുഖി, ഇന്നു രാവിൽ, അപ്പൊ അച്ഛന് ആ ഏറ്റവും കൂടുതൽ രാഗഛായ വരുന്ന സ്ഥലമാണ് ഇന്ദുമുഖി ഇന്നു രാവിൽ. അത് മാത്രം പാടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇന്ദുമുഖി ഇന്നു രാവിലെ എന്ന് പറഞ്ഞൊരു പാട്ടാണ് അച്ഛൻ പാടുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഹർഷബാഷ്പം എന്ന് പറഞ്ഞ പാട്ടിന്റെ ഭാഗമാണെന്ന്. അപ്പൊ ശരിക്ക് ഇന്ന് കുഞ്ഞു പാടിയപ്പോ ഞാൻ എന്റെ അച്ഛനെ ഓർത്തുന്നതാണ്. ഇന്ദുമുഖി എന്നൊക്കെ പാടിയപ്പോഴത്തേക്കും അച്ഛൻ്റെ ഒരുപാട്, അത്രയധികം സംഗീതത്തെ സ്നേഹിച്ച അച്ഛൻ, എൻ്റെ അച്ഛനെ എനിക്ക് ഇവിടെ തിരിച്ച് എൻ്റെ മോള് ഇവിടെ കൊണ്ട് നിർത്തി എന്നുള്ളതാണ്. അപ്പൊ അത് ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം, ഒത്തിരി സന്തോഷം. പിന്നെ ഇതില് രാഗഛായ, നമ്മുടെ കുഞ്ഞ് കൂടുതലായിട്ടൊന്നും നീലാംബരിയെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ടാലന്റ് രാഗം പഠിക്കുന്നതിനേക്കാളും വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. തീർച്ചയായിട്ടും അല്ലെ, രാഗം പഠിച്ചില്ലെങ്കിൽ പോലും ആ ടാലന്റ് കൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ശിവകാമി കുഞ്ഞിന് എപ്പോഴും സാധിക്കാറുണ്ട്. എനിക്ക് ചരണം പാടിയതാണ് ശ്രാവണ നിശീഥിനി തൻ പൂവനം തളിർത്തു. പാതിരാവിൻ താഴ്വരയിൽ പവിഴമല്ലികൾ പൂത്തു. ഇതൊക്കെ പാടുമ്പോഴുള്ള പേസാണ്. അതാണ് കുഞ്ഞിന്റെ ഒരു വലിയൊരു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ആ പേസ്, എത്ര പേസിൽ പൂവനം തളിർത്തു എന്ന് പാടുമ്പോഴത്തേക്കും അതിനൊരു ഗ്യാപ്പ് ഉണ്ട്, ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഒന്ന് പാടിത്തരാമോ ഈ ചരണം ഒന്നുകൂടെ? സുഭാഷ്. ബാക്കി കേൾക്കാൻ കൊതിയായി. ബാക്കിയും കൂടെ. ഞാനിവിടെ ഒന്നും അല്ലാതായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് തോന്നണേ കേട്ടോ. ഇത്രയും വർഷം സംഗീതം പഠിച്ചു എല്ലാം, പക്ഷെ ഇത്തരം ടാലന്റിന് മുമ്പിൽ നമ്മൾ പൂജ്യമാവാം. പിന്നെ അപ്പോൾ എൻ്റെ ഗുരുവായൂരിലുള്ള ഉണ്ണിക്കണ്ണനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുഞ്ഞിന് കൂടുതൽ 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 ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് കൊടുക്കട്ടെ. ഭയങ്കര സന്തോഷമായി. ഇത്രയും നാൾ പാടിയ പാട്ടുകളിൽ അങ്കിളിന് ഒരുപാട് ഇഷ്ടപ്പെട്ട പെർഫോമൻസസ് ഉണ്ട്. പക്ഷെ ദിസ് ഇസ് സംതിങ് സ്പെഷ്യൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്കിളിന്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് കേട്ടോ. ഭയങ്കര സൂത്തിങ് ആയിരുന്നു. ഒരു പാൽ നിലാവ് ഇങ്ങനെ പെയ്തിറങ്ങിയത് പോലെ ഉണ്ടായിരുന്നു. ഉമ്മ. ശിവകാമി കുട്ടി, എന്തു പറയാനാ? ഒന്നും പറയാൻ പറ്റുന്നില്ല, വാക്കുകൾ കിട്ടുന്നില്ല. സത്യത്തിൽ വാക്കുകളൊന്നും പോരാ. ചെറുപ്രായത്തിൽ, ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ഈ രാഗത്തിന്റെ ഛായ അത് മുഴുവൻ ഉൾക്കൊണ്ട്, അതിന്റെ ഭാവം മുഴുവൻ ഉൾക്കൊണ്ട് ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമേ അല്ല. ജയേട്ടൻ പാടിയത് അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് പാടിയിരിക്കുകയാണ്. ആ നേരത്തെ പറഞ്ഞ പേസ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പക്വത പാട്ടിലുള്ള, അതായത് വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സിംഗറിന്റെ പോലെയാണ് ഇപ്പൊ ഈ ഒരു പാട്ട് ഇപ്പൊ മോളൂടെ പാടിയത്.
തേക്കില് പാടിയത് കൂടാണ്ട് ഇപ്പൊ ഇവിടെ ഒന്ന് പാടിപ്പിച്ചില്ലേ? അയ്യോ, അതും ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതെ, ആ പാട്ട്, ആ ലൈനൊക്കെ പാടിയില്ലേ, കിനാക്കൾ, അത് പാടി. ഓ, ഞാൻ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി സത്യത്തിൽ. ജയേട്ടനും പാട്ട് പഠിച്ചിട്ടില്ല, ജാനകിയമ്മ പാട്ട് പഠിച്ചിട്ടില്ല, SPB സാറ് പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ അവരൊക്കെ തന്നിട്ടുള്ള പാട്ടുകൾ, അവർ പാടുമ്പോൾ രാഗം ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ പോലും അവർ പാടുമ്പോൾ എന്തൊരു ഭാവമാണ് അവർക്ക്. അതുപോലെ ഒരു പ്രോഡിജിയാണ് നമ്മുടെ ശിവകാമിക്കുട്ടി. കഴിഞ്ഞ ജന്മത്തിൻ്റെ എന്തോ ബാക്കിയാണ് ഇത് സത്യത്തിൽ, എനിക്കങ്ങനെയാണ് തോന്നണത്. പിന്നെ എന്തു ചെയ്യൂ നീ, പിന്നെ അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന വർഷപഞ്ചമി വന്നു എന്നുള്ളത്, അതൊക്കെയാണ് എനിക്ക് കുറച്ച് ശ്രുതി പ്രശ്നം തോന്നിയത്. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. ഇത് പറയേണ്ട കാര്യമില്ല, ഇത് അതിൽ മുങ്ങി സത്യത്തിൽ. ആ പാട്ടിന്റെ ഭംഗിയിൽ, പാടിയതിന്റെ ഭംഗിയിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്താ പറയാ, ശിവകാമി കുഞ്ഞിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ്. യെസ് കേട്ടോ, അത് അത്രയും ഇമോഷണലി നമുക്ക് കണക്ട് ആവുന്ന രീതിയിലാണ് അത് പാടിയിരിക്കുന്നത്. പിന്നെ പറഞ്ഞല്ലോ ആ പേസിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഈവൻ പല്ലവിയിലും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യൂ നീ എന്ന് പറയുമ്പോ ആ നീന്റെ പ്ലേസ്മെന്റ് അവിടെ കറക്റ്റാ, അത് പെർഫെക്റ്റ് ആയിരുന്നു. അത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എന്നെ ഒരുപാട് അച്ഛനെ ഒത്തിരി ഇഷ്ടമാണ് ഈ പാട്ട്. അപ്പൊ അച്ഛനിങ്ങനെ കേൾക്കും, കൂടെ ഞാനും കേൾക്കും. അപ്പൊ അങ്ങനെ കേട്ട് 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 ശീലിച്ച ഒരു പാട്ടും കൂടിയാണ്. ഞാനും ഈ പറഞ്ഞ പോലെ എന്റെ ഓർമ്മകളിലേക്ക്, മെമ്മറീസിലേക്ക് അച്ഛന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന. എന്റെ അച്ഛനും ജയേട്ടന്റെ വലിയൊരു ആരാധകനായിരുന്നു. രാവിലെ തുടങ്ങുന്നത്, ഒരു ദിവസം ആരംഭിക്കുന്നത് ജയേട്ടന്റെ പാട്ടുകളിൽ കൂടിയാണ്. അപ്പൊ പുഷ്പാഞ്ജലി എന്നുള്ള ആൽബം ഇല്ലേ, അതിൽ തുടങ്ങും. പിന്നെ ജയേട്ടൻ പാടിയിട്ടുള്ള ഈ മഞ്ഞലയിൽ മുങ്ങി തോന്നി, അങ്ങനെ ജയേട്ടന്റെ ഒരു സെക്ഷൻ മുഴുവൻ കഴിയും രാവിലെ. അപ്പം മിടുക്കി കിട്ടോ ശിവകുട്ടി. ഇതിന്റെ അപ്പുറം എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. ചക്കര ഉമ്മ. എനിക്കൊന്ന്, ഞാനിത് വളരെ ഇമോഷണലായിട്ട് കണ്ടതുണ്ട്. ഞാനിത് ഒരു ജഡ്ജ്മെന്റലായിട്ട് കാണാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇന്നിപ്പോ ആര്യക്കുട്ടിയും മധു കൊണ്ട് തീരുമാനിക്കും മാർക്ക്. അപ്പൊ ശിവകാമി കുട്ടി, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100 out of 100 for ശിവകാമി ടുഡേ. മഴ പെയ്ക്കട്ടെ, അങ്ങനെ വരട്ടെ ഒരു മധുര മഴ. നമുക്ക് ഒരു ഡൗട്ടും ഇല്ല, ശിവകാമി കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. അത് തന്നെ.